പ്രകൃതിയുടെ വിദ്യാലയവും പുതിയ കാലത്തിന്റെ വെളിച്ചവും. പ്രകൃതി നമുക്ക് സമ്മാനിച്ച വിദ്യാലയങ്ങളിൽ കളിയുണ്ട്, പാട്ടുണ്ട്, സംഗീതമുണ്ട്, മതമുണ്ട്, വിശ്വാസമുണ്ട്, അനുഷ്ഠാനമുണ്ട്, ആചാരങ്ങളുണ്ട്. അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത് മാനുഷികമായ സർവ്വകലകളെയും പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായിട്ടാവണം. കേന്ദ്രം ഒരിക്കലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകൃതമായി കൂടാ എന്നത് പ്രകൃതി സ്വയം തന്നെ മനുഷ്യനോട് ആവശ്യപ്പെടുന്നതാണ്. ആയതിനാൽ പ്രകൃതിയെ വെല്ലുവിളിക്കാതെ മനുഷ്യക്കുട്ടിയെ പരിപൂർണ മനുഷ്യനായി മാറ്റുന്ന ആലയങ്ങളായി മാറണം നമ്മുടെ വിദ്യാലയങ്ങൾ. പ്രകൃതി മനുഷ്യന് സമ്മാനിച്ച വിദ്യാലയം അത് കേവലം അറിവിന്റെ ഉറവിടം മാത്രമല്ല, ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ പാഠശാല കൂടിയാണ്. നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന കളികൾ, പാട്ടുകൾ, സംഗീതം എന്നിവയെല്ലാം പ്രകൃതിയുടെ താളത്തിൽ നിന്നും ഊർജം ഉൾക്കൊള്ളുന്നതാണ്. ഇലകളുടെ മർമ്മരം ഒരു സംഗീതമാണ്, അരുവികളുടെ ഒഴുക്ക് ഒരു താളമാണ്, കിളികളുടെ കളിയും ചിരിയും ജീവിതത്തിന്റെ ആനന്ദമാണ്. പ്രകൃതിയുടെ ഈ വിദ്യാലയത്തിൽ മതമുണ്ട്, വിശ്വാസമുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ അടിത്തറ നിർമ്മിക്കുന്നു. ഒരു മരം പൂക്കുന്നത് അതിന്റെ ധർമ്മമാണ്, മഴ പെയ്യുന്നത് അതിന്റെ അനുഷ്ഠാനമാണ്. പ്രകൃതി ഒന്നിനെയും വേർതിരിക്കുന്നില്ല, പകരം ഓരോന്നിനെയും അതിന്റെ തനതായ രൂപത്തിൽ സ്വീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ മനുഷ്യൻ സ്ഥാപിച്ച വിദ്യാഭ്യാസ മേഖല ലക്ഷ്യമിടേണ്ടത് കേവലം പുസ്തകത്താളുകളിലെ അറിവ് പകർന്നു നൽകുന്നതിൽ മാത്രമായിരിക്കരുത്, മറിച്ച് അത് മാനുഷികമായ സർവ്വകലകളെയും പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായിട്ടാവണം. ഒരു വിദ്യാർത്ഥി അറിവ് നേടുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു മനുഷ്യനായും സർഗാത്മക വ്യക്തിയായും സാമൂഹിക ജീവിയായും വളരണം. പ്രകൃതിയുടെ നിയമം വ്യക്തമാണ്. കേന്ദ്രമൊരിക്കലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകൃതമായി കൂടാ. ഒരു വനത്തിൽ വിവിധ ഇനം മരങ്ങളും ചെടികളും ജീവികളുമുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട്. അതുപോലെ നമ്മുടെ വിദ്യാലയങ്ങൾ ശാസ്ത്രത്തിനും കലയ്ക്കും തത്വചിന്തയ്ക്കും കായികക്ഷമതയ്ക്കും സാമൂഹിക അവബോധത്തിനും തുല്യ പ്രാധാന്യം നൽകണം. വൈവിധ്യത്തെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരിടമായി അത് മാറണം. ആയതിനാൽ പ്രകൃതിയെ വെല്ലുവിളിക്കാതെ അതിന്റെ തത്വങ്ങളെ നെഞ്ചിലേറ്റി മനുഷ്യക്കുട്ടിയെ പരിപൂർണ മനുഷ്യനായി മാറ്റുന്ന ആലയങ്ങളായി മാറണം നമ്മുടെ വിദ്യാലയങ്ങൾ. അവിടെ മത്സരബുദ്ധിയേക്കാൾ സ്നേഹവും യാന്ത്രികമായ പഠനത്തേക്കാൾ അന്വേഷണാത്മകതയും ഒറ്റപ്പെടലിനേക്കാൾ കൂട്ടായ്മയും വളരണം. പ്രകൃതിയുടെ വിശാലതയും സൗന്ദര്യവും സഹവർത്തിത്വവും കുട്ടികളുടെ മനസ്സിൽ നിറയുമ്പോൾ അവർ ലോകത്തിന് വെളിച്ചം പകരുന്ന യഥാർത്ഥ പൗരന്മാരായി മാറും. പ്രകൃതിയുടെ വിദ്യാലയം നമുക്ക് നൽകിയ സമഗ്രമായ പാഠങ്ങൾ പുതിയ യുഗത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകളുമായി കോർത്തിണക്കി വിപുലീകരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. പ്രകൃതിയുടെ തത്വങ്ങൾ ശാശ്വതമായി നിലനിൽക്കുമ്പോൾ അത് വിദ്യാർത്ഥികളിലേക്കെത്തിക്കുന്ന രീതികളും ഉപകരണങ്ങളും കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടണം. പണ്ടുകാലത്ത് അറിവർ പുസ്തകങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നു. ഇന്ന് ഇന്റർനെറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, വെർച്വൽ റിയാലിറ്റി, VR തുടങ്ങിയ സങ്കേതങ്ങൾ അറിവിന്റെ വാതിലുകൾ ലോകമെമ്പാടും തുറന്നിട്ടിരിക്കുന്നു. AR, VR, ഔഗുമെന്റഡ് റിയാലിറ്റി പ്രകൃതിയെ നേരിട്ടനുഭവിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ പോലും സൗരയൂഥത്തെ അടുത്തറിയാനും ആമസോൺ വനങ്ങളിലൂടെ സഞ്ചരിക്കാനും അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന്റെ ഘടന മനസ്സിലാക്കാനും VR, AR സഹായിക്കുന്നു. പ്രകൃതി നൽകുന്ന അനുഭവപരമായ പഠനം. AI വ്യക്തിഗത പഠനം, പേഴ്സണലൈസ്ഡ് ലേണിംഗ്. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകളും പഠനരീതികളും വ്യത്യസ്തമാണ്. ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകൃതമാവരുത് പ്രകൃതിയുടെ നിയമം. AI ഉപയോഗിച്ച് ഓരോ കുട്ടിക്കും അവരുടെ വേഗതയിലും താൽപ്പര്യങ്ങൾക്കുമനുസരിച്ച് പഠനം ക്രമീകരിക്കാൻ സാധിക്കുന്നു. ഇത് മാനുഷികമായ സർവ്വകലകളെയും പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നു. പുതിയ കാലത്തെ വിദ്യാഭ്യാസം പ്രാദേശികമായി ഒതുങ്ങി നിൽക്കരുത്. സാങ്കേതികവിദ്യ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംസ്കാരങ്ങളെയും മതങ്ങളെയും ആചാരങ്ങളെയും അടുത്തറിയാനുള്ള അവസരം നൽകുന്നു. ഓൺലൈൻ സഹകരണവും ആശയവിനിമയവും വീഡിയോ കോൺഫറൻസിംഗ് ടൂളുകൾ വഴി വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്താനും അവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും നേരിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇത് പ്രകൃതി ആവശ്യപ്പെടുന്നതുപോലെ വൈവിധ്യത്തെയും സഹവർത്തിത്വത്തെയും അംഗീകരിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കും. കളിയും പാട്ടും സംഗീതം എന്നതുപോലെ പുതിയ കാലത്തെ കലകളാണ് കോഡിംഗ്, ഡിജിറ്റൽ സാക്ഷരത, ക്രിട്ടിക്കൽ തിങ്കിംഗ്. നമ്മുടെ വിദ്യാലയങ്ങൾ പ്രകൃതിയുടെ സൗന്ദര്യശാസ്ത്രത്തോടൊപ്പം സാങ്കേതിക വിദ്യയും പഠിപ്പിക്കണം.
പരമ്പരാഗതമായ ചിത്രരചനയ്ക്കും സംഗീതത്തിനും പുറമെ ഡിജിറ്റൽ ആർട്ട്, മ്യൂസിക് പ്രൊഡക്ഷൻ, വീഡിയോ നിർമ്മാണം തുടങ്ങിയ ഡിജിറ്റൽ കഴിവുകൾ കൂടി കുട്ടികൾക്ക് പരിശീലിക്കാനാകണം. ഇത് കുട്ടിയുടെ പരിപൂർണ്ണ മനുഷ്യനായി മാറ്റുന്ന പ്രക്രിയയെ ത്വരിതപ്പെടുത്തും. സാങ്കേതികവിദ്യ ഒരു ഉപകരണം മാത്രമാണ്, അത് ലക്ഷ്യമാവരുത്. പ്രകൃതിയെ വെല്ലുവിളിക്കാതെ വിദ്യാഭ്യാസം നടത്തുക എന്നതിനർത്ഥം ഡിജിറ്റൽ ലോകത്തിൽ മുഴുകുമ്പോഴും പ്രകൃതിയുമായുള്ള ബന്ധം നിലനിർത്തുക എന്നതാണ്. സാങ്കേതികവിദ്യയുപയോഗിച്ച് പഠനം കൂടുതൽ ആകർഷകമാക്കാം, എന്നാൽ അതോടൊപ്പം സാമൂഹിക ബന്ധങ്ങൾ, കായിക പരിശീലനം, മാനുഷിക മൂല്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം. സാങ്കേതികവിദ്യ മനുഷ്യന്റെ വികാരങ്ങളെയും സർഗാത്മകതയെയും പിന്തുണയ്ക്കുന്ന ഒരു ഉപകരണമായി പ്രവർത്തിക്കണം. ചുരുക്കത്തിൽ, പുതിയ കാലത്തെ വിദ്യാഭ്യാസം പ്രകൃതിയുടെ അടിസ്ഥാന തത്വമായ സമഗ്രതയെ നിലനിർത്തിക്കൊണ്ട് ആധുനിക സാങ്കേതികവിദ്യയുടെ അനന്തമായ സാധ്യതകളെ ഉപയോഗിച്ച് മനുഷ്യക്കുട്ടിയെ അറിവും മൂല്യങ്ങളും വൈദഗ്ധ്യവുമുള്ള പരിപൂർണ്ണ മനുഷ്യനായി മാറ്റുന്ന ഒരു കേന്ദ്രമായി മാറണം.